പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ തിരുവോണനാളിൽ UDF എംപിമാർ പ്രതിഷേധം നടത്തും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക. എംപിമാരുടെ ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം. വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ച കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് പാലക്കാട് എംപി VK ശ്രീകണ്ഠൻ കത്തയച്ചിരുന്നു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനം അറിഞ്ഞില്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി പറയുന്നത് നുണയാണെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. റെയിൽവേ ബോർഡ് അറിയാതെയാണ് വിഭജനമെന്നതും ശരിയല്ല. കർണാടക പിടിക്കാനുള്ള BJPയുടെ നീക്കത്തിന്റെ ഭാഗമാണിത്. തീരുമാനം പിൻവലിക്കും വരെ പ്രതിഷേധം തുടരുമെന്നും തിരുവോണനാളിലെ സത്യാഗ്രഹ സമരത്തിൽ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ മുഴുവൻ MPമാരും പങ്കെടുക്കുമെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. കേന്ദ്ര റെയിൽവേ മന്ത്രി അന്ന് പാർലമെന്റ് നടക്കുന്ന സമയമാണ്. ആ പാർലമെന്റിൽ പറഞ്ഞു അങ്ങനെ ഒരു പുതിയ ഡിവിഷൻ രൂപീകരിക്കാനുള്ള ഒരു പദ്ധതിയും ഒരാലോചനയും നടന്നിട്ടില്ല, പാലക്കാട് ഡിവിഷൻ വിഭജിക്കുന്ന പ്രശ്നവുമില്ല എന്ന് അസന്നിഗ്ധമായി പാർലമെന്റിനെ ഞാൻ അറിയിച്ചു. ഈ പാർലമെന്റ് ഇത്തവണ പാർലമെന്റ് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് പാർലമെന്റ് അംഗങ്ങൾ നിരന്തരമായി റെയിൽവേ മന്ത്രിയുമായി പല ആവശ്യങ്ങൾക്ക് സമീപിച്ചതാണ്. അപ്പോഴൊന്നും ഒരു സൂചന പോലും നൽകിയില്ല. അപ്പോൾ പാർലമെന്റ് കഴിഞ്ഞ ഉടനെ അതിനിഗൂഢമായി സ്റ്റേറ്റ് ഗവൺമെന്റിനെ അറിയിക്കാതെ റെയിൽവേയുടെ ഉന്നത അധികാരികൾ ചേർന്ന് ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു ഗവൺമെൻറ്, ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ, ഇവിടെ നിന്നുള്ള ലോക്സഭാംഗങ്ങളും രാജ്യസഭാംഗങ്ങളും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ 29 പേരുണ്ട്. ആരുമായിട്ടും ആലോചിക്കാതെ ഒരു രാത്രി ഒടുന്നനെ ഇങ്ങനൊരു തീരുമാനം എടുക്കുക. എന്താ കാരണം? ഈ ഇന്ത്യ മുഴുവൻ റെയിൽവേ ഡിവിഷനുകൾ പുനർവിഭജിച്ചിട്ടുണ്ടോ? ഇല്ല. പുതിയതായിട്ട് ഏതെങ്കിലും ഒരു റെയിൽവേ ഡിവിഷൻ ആരംഭിക്കുന്നുണ്ടോ? ഇല്ല. എന്തിൻ്റെ പേരിലാണ് മൈസൂർ ഡിവിഷനിലേക്ക് ഈ പാലക്കാട് ഡിവിഷൻ്റെ ഒരു മേജർ പോർഷൻ അടർത്തി മാറ്റി കൊടുക്കാനിടയായത്? ഒറ്റ കാര്യമുള്ളൂ, കർണാടകയിലെ BJPയുടെ താല്പര്യം. കേന്ദ്ര ഗവൺമെൻറ് എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കാണേണ്ട ഒരു സാഹചര്യത്തിൽ കേരളത്തെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കില്ല എന്ന് മനസ്സിലാക്കി കർണാടകയിലൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ അവിടെ നിന്നുള്ളൊരു കേന്ദ്രമന്ത്രിയും അവിടെ നിന്നുള്ള MPയും ഇന്ന് പത്രമാധ്യമങ്ങളിലൊക്കെ ഉണ്ട്. വലിയ ആഘോഷമായിട്ടാണ് അവർ ഇത് പിടിച്ചെടുത്തു അല്ലെങ്കിൽ മുറിച്ചു വാങ്ങിച്ചു എന്നുള്ള മട്ടിലാണ് അവിടെ പ്രചരണം നടക്കുന്നത്. ഒരു കാരണവശാലും ഒരു ദേശീയോദ്ഗ്രഥനത്തിന്റെ ഭാഗമായ ഇന്ത്യൻ റെയിൽവേയെ വെട്ടിമുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ പല കഷ്ണങ്ങളാക്കിക്കൊണ്ട് അതിലും മുതലെടുപ്പ് നടത്താൻ ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ നയമായിട്ട് തുടർന്നാൽ അതിശക്തമായ പ്രതിഷേധം റെയിൽവേ അധികാരികൾ നേരിടേണ്ടി വരും. തിരുവോണനാളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രതിഷേധം നടത്തുക. കേന്ദ്ര സർക്കാരിന്റെ തുടർച്ചയായ അവഗണന അംഗീകരിക്കില്ലെന്ന് MPമാർ യോഗത്തിൽ അറിയിച്ചു. കർണാടക തെരഞ്ഞെടുപ്പാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും UDF MPമാർ വിമർശിക്കുന്നു. പാലക്കാട് ഡിവിഷനിൽ നിന്നും മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ മൈസൂരു റെയിൽവേ ഡിവിഷനിലേക്ക് മാറ്റാനാണ് തീരുമാനം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ കേരളത്തിന്റെ തിരിച്ചടി കർണാടകത്തിന് നേട്ടമാവും. മൈസൂരു റെയിൽവേ ഡിവിഷന്റെ വരുമാനം വർദ്ധിക്കും. വാർഷിക വരുമാനത്തിൽ 500 മുതൽ 600 കോടിയുടെ വർധനവാണ് ഉണ്ടാവുക. എന്നാൽ പനമ്പൂർ സ്റ്റേഷൻ നഷ്ടമാകുന്നത് പാലക്കാട് ഡിവിഷന്റെ വരുമാനം ചോർത്തും. വാർഷിക വരുമാനത്തിൽ 1100 കോടിയോളം രൂപയുടെ കുറവുണ്ടാകും. പാലക്കാടിന്റെ 90% വരുമാനവും ചരക്ക് നീക്കത്തിൽ നിന്നാണ്. ബാംഗ്ലൂരു സെൻട്രൽ, ബാംഗ്ലൂരു ജംഗ്ഷൻ സ്റ്റേഷനുകൾ പോകുന്നത് ടിക്കറ്റ് വരുമാനത്തെയും ബാധിക്കും. റെയിൽവേക്ക് വരുമാനം കുറയില്ലെങ്കിലും കേരളത്തിന് തിരിച്ചടിയാകും. പാലക്കാട് ഡിവിഷന്റെ നിലനിൽപ്പ് പ്രതിസന്ധിയിലാകും. പാലക്കാട് ഡിവിഷനെ വെട്ടിമുറിച്ച് ഉള്ളാൾ മുതൽ ബാംഗ്ലൂരു റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ളവയാണ് മൈസൂരു ഡിവിഷന്റെ ഭാഗമാകുന്നത്. ഇതോടെ ബാംഗ്ലൂരുവിൽ നിന്ന് പുറപ്പെടുന്നതും കേരളത്തിലൂടെ സഞ്ചരിക്കുന്നതുമായ ട്രെയിനുകളുടെ നിയന്ത്രണം പൂർണ്ണമായും മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റപ്പെടും. കണ്ണൂരും കോഴിക്കോടും അവസാനിക്കുന്ന ട്രെയിനുകൾ മംഗലാപുരത്തേക്ക് നീട്ടണമെങ്കിൽ ഇനി മൈസൂരു ഡിവിഷന്റെ അനുമതി കൂടി വേണ്ടിവരും. എമർജൻസി കോട്ട ടിക്കറ്റ് അടക്കം ലഭിക്കുന്നതിന് മലബാറിലുള്ളവർ മൈസൂരു ഡിവിഷനെ ആശ്രയിക്കണം. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ കീഴിൽ ഏറ്റവുമധികം വരുമാനമുള്ള പനമ്പൂർ സ്റ്റേഷൻ അടക്കം മൈസൂർ ഡിവിഷനിലേക്ക് മാറ്റപ്പെടും. മംഗളൂരു തുറമുഖത്ത് നിന്ന് കൽക്കരി, വെള്ളം, പെട്രോളിയം അടക്കമുള്ള ചരക്ക് നീക്കുന്ന സ്റ്റേഷനാണിത്. മംഗളൂരു സെൻട്രൽ സ്റ്റേഷനും മാറ്റപ്പെടുന്നതോടെ വലിയ വരുമാന നഷ്ടമാണ് പാലക്കാട് ഡിവിഷനുണ്ടാവുക. ഇത് റെയിൽവേ വികസനത്തെ ദോഷകരമായി ബാധിക്കും. തിരുവോണനാളിൽ അതിശക്തമായ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓണമാണ്. മലയാളികൾക്ക് ഇതിലും വലിയൊരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം പാലക്കാട് റെയിൽവേ ഡിവിഷനല്ല, ഇത് കേരളത്തിന്റെ തന്നെ വികസനത്തെ ബാധിക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും ഈ മംഗലാപുരം അടച്ചു മാറ്റിയാൽ ഒരു ട്രെയിനും പുറപ്പെടാത്ത, ഒരു ട്രെയിനും സർവീസ് നടത്താത്ത ഇന്ത്യയിലെ ഏക ഡിവിഷനായി പാലക്കാട് ഡിവിഷൻ ചുരുങ്ങാൻ പോവുകയാണ്. അതിഭീകരമായ ഒരു അവസ്ഥയാണ്. ഫണ്ടിന്റെ കാര്യത്തിൽ, വികസനത്തിന്റെ കാര്യത്തിൽ, യാത്രക്കാരുടെ സൗകര്യത്തിന്റെ കാര്യത്തിൽ, ജീവനക്കാരുടെ കാര്യത്തിലൊക്കെ ഇത് ഇരുട്ടടിയാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതുകൊണ്ട് തിരുവോണനാളിൽ ഈ കേരള ജനതയുടെ പ്രതിഷേധം പാലക്കാട് ഡിവിഷൻ ഓഫീസിന് മുമ്പിൽ കൂടുതൽ മലബാറിൽ നിന്നുള്ള
MP-മാരുടെ ഒരു സത്യാഗ്രഹ സമരമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജനപ്രതിനിധികളും കേരള സർക്കാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് പോരാടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ 70% വരുമാനമാണ് ഇല്ലാതാകുന്നത്. മംഗലാപുരത്തു നിന്നും 83-ലധികം ട്രെയിനുകൾ സർവീസ് നടത്തുകയാണ്. ആ സർവീസുകളൊക്കെ ഇനി മൈസൂരിന്റെ ഭാഗമാകും. PT-മാരും അതുപോലെ ലോക്കോ പൈലറ്റുമാരും റെയിൽവേ ജീവനക്കാരും 1000-ഓളം പേര് ഇനി കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പുനർവിന്യസിക്കപ്പെടും. ജീവനക്കാരുടെ കാര്യം മാത്രമല്ല, യാത്രക്കാർക്ക് കിട്ടേണ്ട ഒരു ബോഗി കൂട്ടണമെങ്കിൽ ഇനി സൗത്ത് സോണിൽ തീരുമാനിക്കണം. പാലക്കാട് ഡിവിഷന് റോഡില്ലാതാവും. ഇവിടെ വരുമാനം ഇല്ലാതായാൽ അടുത്ത വർഷത്തെ സാമ്പത്തിക ബഡ്ജറ്റിൽ, റെയിൽവേയുടെ ബഡ്ജറ്റിൽ ആനുപാതികമായിട്ടുള്ള വലിയ കുറവുണ്ടാവും. അപ്പോൾ ഒരു വരുമാനമില്ലാത്ത ഡിവിഷൻ എന്ന് പറഞ്ഞ് പാലക്കാടിന്റെ ഭാവിയിൽ പൂട്ടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ല. UTV ന്യൂസ് പാലക്കാട്.